ഞാൻ അല്ല ശൈല ഡോക്ടർ തന്നെ. ഓക്കെ. താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതളവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1435 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ച നയിക്കുന്നത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ IR അശോക് കുമാറാണ്. ഇന്നത്തെ വിഷയം ഹോമിയോപ്പതി PG വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആ പ്രതിസന്ധികളെ കുറിച്ച് എല്ലാം വിശദമായി പറഞ്ഞു തരുവാനാണ് ഡോക്ടർ IR അശോക് കുമാർ എത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ക്ലാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും PG മേഖലയിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെയും എല്ലാവരെയും തന്നെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിലായാലും ഹോമിയോപ്പതി വിഷയങ്ങളെ കുറിച്ചായാലും അഗാധമായ നോളജുള്ള ഡോക്ടർ IR അശോക് കുമാറിനെ, ജില്ലാ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ IR അശോക് കുമാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ്സുള്ള. എല്ലാവർക്കും നമസ്കാരം. എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ? ഉണ്ട്. ശൈല ഡോക്ടർ പറഞ്ഞതുപോലെ ഹോമിയോപ്പതി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഗാധമായ അറിവും ഉള്ള ആളല്ല ഞാൻ. ഇതൊരു പുതിയ തലമുറയിലെ ഡോക്ടർമാരുടെ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ അവരെൻ്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അത് കേരളത്തിലെ ഹോമിയോപ്പതി ഫ്രട്ടേണിറ്റിയിൽ വരുന്ന എല്ലാ സംഘടനകളുമായിട്ട് ഞാനൊന്ന് ബന്ധപ്പെടുകയും അവരെല്ലാവരും അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ IFPHന്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ടുമായിട്ടും ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ സൂം സെഷനിൽ ഇതൊന്ന് ചർച്ച ചെയ്ത ശേഷം നമുക്ക് ഇതിന് വേണ്ട നടപടികൾ എടുക്കാം എന്ന് പറയുകയും ഞാനത് സമ്മതിക്കുകയും പിന്നീട് അതിനുവേണ്ട ആളുകളെ ഞാൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എൻ്റെ മുകളിലേക്ക് ആ ചർച്ച കൊണ്ടുവയ്ക്കുകയും ചർച്ച അവതരിപ്പിക്കാനുള്ള ഒരു ബാധ്യത എന്നിലേക്ക് അർപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് കോളേജ് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവരും മുൻപ് അധ്യാപകരായിരുന്നവരും പ്രത്യേകിച്ച് PG ഗൈഡുകളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രഗത്ഭരായ ധാരാളം വ്യക്തികളെ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. IFPHന്റെ പ്രസിഡന്റ് തന്നെ ഒരുപക്ഷെ കേരളത്തിലെ PG വിദ്യാഭ്യാസ രംഗത്ത് PG ഗൈഡുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഗൈഡായിരിക്കണം ഡോക്ടർ ഇസ്മയിൽ സേഠ് സാറ്. കാരണം 1991 തോന്നും കേരളത്തിൽ PG ഇല്ലെങ്കിൽ MD ഹോമിയോ ആരംഭിക്കുന്നത്. അന്നത്തെ കോളേജ് പ്രിൻസിപ്പലോ കോളേജിലെ പ്രൊഫസറോ ഒക്കെ ആയിരുന്ന സേഠ് സാറിനും ഒക്കെ ഇക്കാര്യങ്ങൾ കൂടുതൽ പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈ വിഷയം ഒന്ന് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക്, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ IFPHന്റെ പ്രവർത്തകരുടെയും IFPHന്റെ സൂം സെഷനിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് ഇതൊന്ന് അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. ഡോക്ടർ മൻസൂർ അലിയെ പോലെ ഇപ്പോഴും കോളേജിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർമാർ ഈ വേദിയിലുണ്ട്. അവർ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയും എന്നുള്ളത് കൊണ്ടും ഈ വിഷയം എങ്ങനെ എൻ്റെ മുന്നിലേക്ക് വന്നു എന്നുള്ളത് ചോദിച്ചാൽ, ഞാനൊരു PG വിദ്യാർത്ഥിയല്ല, അല്ലെങ്കിൽ PG അധ്യാപകനല്ല, PG അല്ലെങ്കിൽ ഹോമിയോപ്പതി വിദ്യാഭ്യാസ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. ഞാൻ 2 വർഷം മുമ്പ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച കാലം മുതൽ ഒരു അക്കാഡമി, സക്സസ് ഹോമിയോപ്പതി അക്കാഡമി എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി വരുന്നുണ്ട്. സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. കോളേജുകളിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവരുടെ ക്ലിനിക്കൽ രംഗത്തെ സംശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും PSC UPSC പോലുള്ള പരീക്ഷകൾക്ക് അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനുമൊക്കെ
ഒരു അക്കാഡമി ഞാൻ തുടങ്ങുകയും 2023 AIPGT 2023 തന്നെ നടന്ന കേരള PSC, അത് കോളേജുകളിലേക്ക് നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും അതുപോലെ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കും ഒക്കെ ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഫാക്കൽറ്റി അല്ല, ഞാൻ അതിൻ്റെ ഒരു കോർഡിനേറ്റർ മാത്രമാണ്. ഫാക്കൽറ്റികളായിട്ട് വന്നവരെല്ലാം കേരളത്തിലെ പ്രമുഖരായ ഈ രംഗത്ത് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകൾ തന്നെയാണ്. ഈ വർഷവും 2024 AIPGTയിലും ആദ്യത്തെ 100 റാങ്കിൽ 10 പേർ എൻ്റെ സക്സസ് അക്കാഡമിയിൽ നിന്നുള്ളവരായിരുന്നു. 100 മുതൽ 200 വരെയുള്ള 14 പേർ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ അവരുടെ റിസൾട്ട് വന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൗൺസിലിംഗ് എവിടെയൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു അറിവ് PG വിദ്യാഭ്യാസ മേഖലയിൽ കുറേയേറെ പ്രതിസന്ധികളുണ്ട്. നിലവിൽ തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ 30 സീറ്റും കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ 28 സീറ്റുമുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു 16 സീറ്റുകൾ ഇല്ലാതാകുന്ന ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. യോഗ്യരായ ഗൈഡുകളുടെ അഭാവത്തിൽ ഒരുപക്ഷെ ഇത്രയും സീറ്റുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ NCH കൗൺസിലിംഗിലേക്ക് വരുമ്പോൾ ഒരു 16 സീറ്റുകളുടെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം എന്നോടൊപ്പമുള്ള കുട്ടികൾ, അവർ വലിയ പ്രതീക്ഷയിലിരുന്നവർ പെട്ടെന്ന് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അവർ പരാതി പോലെ എൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്നാണ് ഇത് പറയുന്നത്. ഞാൻ അപ്പോൾ തന്നെ പറ്റുന്ന രീതിയിൽ തന്നെ ISK, IHMA പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധപ്പെടുകയും അവരെല്ലാവരും, അപ്പോഴാണ് അവരും ഈ വിഷയം അറിയുന്നത്, അവരെല്ലാവരും ഈ വിഷയം ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ പത്രക്കുറിപ്പുകളൊക്കെ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേരളത്തിലെ PG വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടി വരുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കോളേജിൽ അധ്യാപകരുടെ, അതായത് അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള യോഗ്യതയുള്ളവരാണെന്ന് തോന്നുന്നു PG ഗൈഡ് ആകേണ്ടത്. എൻ്റെ അറിവ് വെച്ച് അത്തരത്തിലുള്ള അസോസിയേറ്റ് പ്രൊഫസർമാരുടെ കുറവുള്ളത് കൊണ്ട് ഇപ്പൊ നിലവിലുള്ള PG ഗൈഡുകൾക്ക് തന്നെ വർക്ക് ലോഡ് ആണെന്ന് ഒരു അഭിപ്രായവും ഞാൻ കേട്ടു. എണ്ണത്തിൽ NCH പറയുന്ന അംഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു അവസരമാണിത്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ ഹോമിയോപ്പതി രംഗത്തെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. 1977 തോന്നുന്നു കേരളത്തിലെ BHMS കോഴ്സ്. കേരളത്തിലെ BHMS കോഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ BHMS കോഴ്സ് അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലെ ബിരുദ കോഴ്സ്, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഹോമിയോപ്പതി രംഗത്ത് ഒരു ബിരുദ കോഴ്സ് 1977 കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നതും പിന്നീട് 83 ആകുമ്പോൾ, 82 അവസാനം 83 ആകുമ്പോഴത്തേക്ക് കേരളത്തിൽ അന്ന് നിലവിലുള്ള 3 സർവകലാശാലകളിലും, കേരള സർവകലാശാലയിൽ തിരുവനന്തപുരത്തും, ഗാന്ധിജി സർവകലാശാലയിൽ കോട്ടയത്തും, കാലിക്കറ്റ് സർവകലാശാലയിൽ കോഴിക്കോടുമായിട്ട് 3 കോളേജിലും BHMS കോഴ്സ് ആരംഭിക്കുന്നു. അതിനുശേഷമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ BHMS കോഴ്സ് ആരംഭിക്കുന്നത്. അതിനുശേഷം 1990-ലോ 91-ലോ ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MD ഹോമിയോ എന്ന് പറയുന്ന കോഴ്സ്. അതും കേരളത്തിലാണ് ആദ്യമായി തുടങ്ങുന്നത്, തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലും. പക്ഷേ തുടങ്ങിയതൊക്കെ നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിൽ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഇന്ന് ഏറ്റവും കുറച്ച് PG സീറ്റുകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. നമ്മുടെ NCHന്റെ ഒരു ലിസ്റ്റ് ഞാനൊന്ന് പരിശോധിക്കുകയുണ്ടായി. കേരളത്തിലാകെ 30 സീറ്റ് തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലും 28 സീറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഉള്ളപ്പോൾ മറ്റു പല കോളേജുകളിലും, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള ചില സംസ്ഥാനങ്ങളിലെ ചില കോളേജുകളുടെ കണക്കെടുത്തപ്പോൾ 80ഓളം PG സീറ്റ് ഒരു കോളേജിൽ തന്നെ ഉണ്ട്. നമ്മളുടെ സംസ്ഥാനത്താണ് PG ആദ്യമായിട്ട് ആരംഭിച്ചത്. പക്ഷേ ഈ മറ്റ് പല കോളേജുകളിലും ഒരു കോളേജിലുള്ള അത്രയും സീറ്റുകൾ പോലും കേരളത്തിലില്ല. കേരളത്തിലെ 2 കോളേജുകളിലില്ല. കേരളത്തിൽ 3ാമതൊരു സ്ഥാപനമുണ്ട്, കുറിച്ചിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിക് സെന്റർ ഫോർ മെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞത്, അതായത് പഴയ സെൻട്രൽ ഹോമിയോപ്പതിക് റിസർച്ച് സെന്ററിൽ. അവിടെ ഒരു 25 സീറ്റുകൾ 2 വർഷമായിട്ട്, 2-3 വർഷമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത്
ഒരു സ്റ്റേറ്റ് മെറിറ്റിലുള്ളവരെ അല്ല അവിടെ എടുക്കുന്നത്, സെൻട്രൽ ലിസ്റ്റിൽ നിന്നാണ് അത് എടുക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ കുറച്ച് 1-2 പേർക്കൊക്കെയാണ് അവിടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ഡോക്ടർമാർക്ക് PG പഠിക്കുവാനുള്ള സൗകര്യം ഈ പറഞ്ഞ 58 സീറ്റുകളാണുള്ളത്. അതിൽ തന്നെയാണ് 16 സീറ്റുകൾ ഇല്ലാതാകാൻ പോകുന്നത്. ചരിത്രം ഈ പറഞ്ഞതുപോലെ ഒന്നുകൂടി നമ്മൾ വിശകലനം ചെയ്താൽ നമ്മുടെ അടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടില് അപ്പോ 91-ൽ നമ്മൾ PG തുടങ്ങി, 99-ലാണ് അല്ലെ 98-ന്റെ അവസാനത്താണ് നമ്മുടെ തൊട്ടടുത്ത് കന്യാകുമാരി ജില്ലയിലെ ശാരദാകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. ആ കോളേജ് തുടങ്ങുന്നത് തന്നെ പിന്നീട് PG തുടങ്ങിയത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. പക്ഷേ ശാരദാകൃഷ്ണ ഹോമിയോ കോളേജിൽ 41 സീറ്റ്, 41 ആണോ? അതെ, 41 PG സീറ്റുണ്ട് ആ ഒരു കോളേജിൽ തന്നെ. നമ്മളുടെ PG തുടങ്ങി 10 വർഷം കഴിഞ്ഞ് ആരംഭിച്ച കോളേജിൽ, പിന്നെ അവിടെ UG തുടങ്ങി, പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ PG തുടങ്ങിയത്. പക്ഷെ അവിടെ 41 സീറ്റുണ്ട്. മഹാരാഷ്ട്രയിലെ ചില കോളേജുകളിൽ 80ഓളം സീറ്റുകൾ, ഒരു കോളേജിൽ തന്നെ 80 സീറ്റുകളുണ്ട്. നമ്മുടെ കാസർഗോഡിന് തൊട്ടടുത്തുള്ള മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സ് കോളേജിൽ 48 സീറ്റുകൾ PG സീറ്റുണ്ട് ഒരു കോളേജിൽ തന്നെ. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സംഖ്യ നിൽക്കുന്നത്. ഇനി ഈ കോളേജുകളിലൊക്കെ തന്നെ സൈക്കാട്രിയിലും പീഡിയാട്രിക്സിലും ഒക്കെ PG ഉള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് കോളേജുകളിൽ ഈ ആദ്യം PG തുടങ്ങിയ കോളേജുകളിൽ ഇപ്പോഴും ഈ PG അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പഴയ ഓർഗനോൺ, മെറ്റീരിയ, റെപ്പർട്ടറി, ഫാർമസി ഈ വിഷയങ്ങളിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മെഡിക്കൽ ഓഫീസർ ആയിരുന്നപ്പോൾ മെഡിക്കൽ ഓഫീസർമാരുടെ ഒരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ 2017 ശമ്പള കമ്മീഷൻ ഒരു ചർച്ചയ്ക്ക്, ശമ്പള കമ്മീഷൻ സംഘടനാ നേതാക്കളുമായിട്ട് നടത്തുന്ന ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. ഞാനും അന്ന് ഡോക്ടർ ഗോപിനാഥും, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഗോപിനാഥും, പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുത്തപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ PG അലവൻസ്, അതുവരെ PG അലവൻസ് ഉണ്ടായിരുന്നില്ല, PG അലവൻസിന് വേണ്ടി നമ്മൾ വാദിച്ചു. എനിക്ക് PG ഒന്നുമില്ല, എനിക്ക് PG അലവൻസ് അനുവദിച്ച് കിട്ടിയിട്ട് എനിക്കൊരു കാര്യമില്ല. എങ്കിൽ പോലും ഹോമിയോപ്പതിയിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ, ഇല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ PG ചെയ്തവർക്ക്, 3 വർഷം PG ചെയ്തവർക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വേണമല്ലോ എന്നുള്ള രീതിയിൽ PG അലവൻസിന് വേണ്ടി, ഇല്ലെ PGക്കാർക്ക് ഒരു പ്രത്യേക സ്കെയിലിന് വേണ്ടി നമ്മളൊരു റെപ്രസെന്റേഷൻ കൊടുത്തപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ ഫിലോസഫിയും നിങ്ങളുടെ മെറ്റീരിയ ഒക്കെ അല്ലേ നിങ്ങൾ അവിടെ PG പഠിപ്പിക്കുന്നത്, പിന്നെ എന്തിനാണ്? അതുകൊണ്ട് പേഷ്യൻസിന് എന്ത് ഗുണം? പേഷ്യൻസിന് ഗുണമില്ലാത്തത് കൊണ്ട് നമ്മൾ ശമ്പളം കൂട്ടിത്തരാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് പറയുകയും, പിന്നീട് നമ്മൾ ഏറെ വാദിച്ച ശേഷം, അതായത് PG ഡോക്ടർമാരാണ് നമ്മുടെ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്നതെന്നും അവർക്ക് ഓവർലോഡ് വർക്കുണ്ടെന്നും ഒക്കെ പറഞ്ഞ ശേഷം വളരെ തുച്ഛമായ തുക, എനിക്ക് തോന്നുന്നത് 100-300 രൂപയും കണ്ടാണ്, അത് എത്രയാണെന്ന് കൃത്യമായിട്ട് മനോജ് ഡോക്ടർക്കൊക്കെ അറിയാം. മനോജ് ഡോക്ടർ PG ഡോക്ടറാണ്. മനോജ് ഡോക്ടർക്ക് ആ PG അലവൻസ് കിട്ടുന്നുമുണ്ട്, ഉണ്ടാകണം. വളരെ ചെറിയൊരു തുക മാത്രമാണ് അവർ അനുവദിച്ചു തന്നത്. കാരണം ഈ പീഡിയാട്രിക്സ് പോലെ, അല്ലെങ്കിൽ സൈക്കാട്രി പോലെ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു കോമൺ കണ്ടീഷൻ PG ഇല്ലാതെ നമ്മളുടെ ഫിലോസഫി, നമ്മളുടെ മെറ്റീരിയ, നമ്മളുടെ ഫാർമസി, നമ്മളുടെ റെപ്പർട്ടറി, ഈ വിഷയങ്ങളിൽ മാത്രമല്ലേ നിങ്ങൾക്ക് PG ഉള്ളത്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അലവൻസ് അനുവദിക്കും? ഇല്ലെങ്കിൽ അങ്ങനെ അലവൻസ് അനുവദിച്ചത് കൊണ്ട് പൊതുജനത്തിന് എന്ത് പ്രയോജനം? നിങ്ങളുടെ PG കോഴ്സ് കൊണ്ട് പൊതുജനത്തിന് എന്ത് പ്രയോജനം? ശമ്പള കമ്മീഷനിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പോലും അക്കാര്യങ്ങൾ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തില് ധാരാളം PG സീറ്റുകൾ ഇനിയും അനുവദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം കുറിച്ചിയിൽ വെച്ച് NCH, നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി, ഒരു 2 ഡേ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. IFPH-നെ പ്രതിനിധീകരിച്ചിരുന്ന് ഡോക്ടർ ഇസ്മയിൽ സൈഡ് സാറും അവിടെ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡ്രാഫ്റ്റ് സമർപ്പിക്കപ്പെട്ടിരുന്നു. നമ്മളൊക്കെ പറഞ്ഞ ചില നിർദ്ദേശങ്ങളാണ്: കൂടുതൽ PG സീറ്റുകൾ അനുവദിക്കുക, PG-യിൽ പുതിയ വിഷയങ്ങളിലേക്ക് PG അനുവദിക്കുക, അതുപോലെ PG-ക്കൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ക്ലിനിക്കൽ കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി, ഇപ്പൊ തൈറോയിഡ് അല്ലെ അതുപോലുള്ള ഒപ്താൽമോളജി അതുപോലുള്ള കണ്ടീഷൻസിൽ അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മറുപടി പ്രസംഗത്തിൽ അന്നത്തെ NCH ഡയറക്ടർ അദ്ദേഹം വാക്കാൽ ഉറപ്പ് തന്നതാണ് ഇതൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ യാതൊരു നടപടികളും ഉണ്ടായില്ല. അത് 1 വർഷമേ ആകുന്നുള്ളൂ, ഇനിയും സമയമെടുക്കുമായിരിക്കും അങ്ങനെയുള്ള മാറ്റം. അപ്പൊ ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. ആ സാഹചര്യത്തിൽ പോലും നിലവിലുള്ള സീറ്റുകൾ, അതായത് അവർ ഓൾ ഇന്ത്യ PG എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്ന 30, 28, 58 സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ പോലും ഇല്ലാതാകുന്ന, അതിലൊരു 16 സീറ്റ് കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ അതിനെതിരെ തീർച്ചയായിട്ടും
കോളേജുകളിൽ അടിയന്തിരമായിട്ട് PG ഗൈഡുകളുടെ കുറവ് നികത്തുവാനുള്ള ഒരു നടപടി ഉണ്ടാവുകയും അതുവഴി PG സീറ്റുകൾ, നിലവിലുള്ള സീറ്റുകളെങ്കിലും നിലനിർത്തുവാനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ അടിയന്തിരമായിട്ട് ആവശ്യപ്പെടേണ്ടത്. ഒപ്പം നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റുകളിൽ അഡ്മിഷൻ മാത്രം നടത്തുന്ന പ്രൈവറ്റ് കോളേജുകളിൽ അനുവദിച്ചിട്ടുള്ള PG പീഡിയാട്രിക്സ്, PG സൈക്കാട്രി പോലുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ PG അനുവദിക്കുവാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ധാരാളം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഇവിടെയുണ്ട്. കോളേജുകളിലെ യഥാർത്ഥ വിഷയം എന്താണെന്ന് കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ ഇവിടെ വന്നിട്ടുണ്ട്, അവർ സംസാരിക്കും. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകുവാനായിട്ട് അവസാനിപ്പിക്കുന്നു. ഡോക്ടർ മ്യൂട്ട് ആണ്. ഓക്കെ അശോക് കുമാർ ഡോക്ടറെ, എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇപ്പൊ നമ്മളെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രധാന പ്രശ്നം PG സീറ്റ് കുറവ് എന്നുള്ള ഇതാണ്. സീറ്റ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് വളരെ അടിയന്തരമായി. കൂടുതൽ പേർക്ക് PG പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി അത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തായാലും നമുക്ക് ഇനി ഇതിനെ കുറിച്ചുള്ളൊരു കൂടുതൽ പേരുടെ അഭിപ്രായങ്ങൾ അറിയാം. ഡോക്ടർ മൻസൂർ അലി സാറിനെ വിളിക്കാം, അല്ലേ മനോജ് ഡോക്ടറെ? അതിനായി ഡോക്ടർ മൻസൂർ അലി സാറിനെ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മൻസൂർ അലി ഡോക്ടർക്കാണ്, അദ്ദേഹം PG ഗൈഡാണ്, അദ്ദേഹത്തിനാണ് ഇതിന്റെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും അറിയാവുന്നത്. സാറിന്റെ ഇന്നുള്ള അഭിപ്രായം നമുക്ക് തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമേ സാറേ കുറച്ചൊരു സൗണ്ട് കുറവുണ്ടേ, വോയിസ് കുറച്ച് കുറവാണ്. ഓക്കെ, ഇപ്പൊ ഓഡിയബിൾ ആണോ? അതെ അതെ, ഓഡിയബിൾ ആണോ? ഓക്കെ, യെസ്. ഓക്കെ, വിളിച്ചതിൽ ആദ്യമായിട്ട് നന്ദി പറയുന്നു. കാലാകാലങ്ങളായിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് നടക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ PG അഡ്മിഷൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ വളരെയധികം ഷോർട്ടേജ് ഉണ്ടായിരുന്നു. നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലെ ചില സംവിധാനങ്ങൾ ചെയ്താണ് ഒരു വിദ്യാർത്ഥിക്ക് പോലും അവസരം നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലും ഇത്രയധികം ഡിലേ, അതായത് അധ്യാപക തസ്തികകള് PSC അപ്പോയിന്റ്മെന്റ് നടക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. 17 വർഷത്തിന് ശേഷമാണ് ഒരു PSC അപ്പോയിന്റ്മെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത്. അപ്പൊ ആ ഒരു വലിയൊരു ഡിലേ വന്നത് കൊണ്ടാണ് നമുക്ക് PG ഗൈഡുകൾ ഇല്ലാണ്ടായി പോയത്. പിന്നെ സെൻട്രൽ കൗൺസിൽ ആണെങ്കിൽ NCH അവരുടെ റെഗുലേഷൻസ് ഒക്കെ കുറെ കൂടി അപ്ഡേറ്റ് ചെയ്തു. മുൻപത്തെ റെഗുലേഷൻ പ്രകാരമാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്ക് തന്നെ PG സ്റ്റുഡന്റിന് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വർഷം ഇറങ്ങിയിട്ടുള്ള റെഗുലേഷൻ പ്രകാരം അസോസിയേറ്റ് പ്രൊഫസർക്ക് മാത്രമേ ഒരു PG വിദ്യാർത്ഥി, അസോസിയേറ്റ് പ്രൊഫസർക്കും മാത്രമേ PGയുടെ ഗൈഡ്ഷിപ്പ് ഇപ്പോ നൽകുന്നുള്ളൂ. അപ്പൊ അത് പ്രകാരം നമുക്ക് നോക്കുമ്പോൾ ഇപ്പം തിരുവനന്തപുരം, കോഴിക്കോട് കോളേജുകളിൽ മെറ്റീരിയൽ മെഡിക്കല് നമുക്കിപ്പോ സീറ്റുകളൊന്നും നഷ്ടപ്പെടുന്നില്ല. ഹോമിയോപ്പതി ഫിലോസഫിയില് തിരുവനന്തപുരം കോളേജില് 8 സീറ്റാണുള്ളത്. ആ 8 സീറ്റ് അതേപോലെ നിലനിൽക്കും. പക്ഷെ കോഴിക്കോട് കോളേജില് 2 സീറ്റിന്റെ ഡെഫിസിറ്റ് ആണ് ഓർഗനോളില് വരുന്നത്. തിരുവനന്തപുരം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജില് റെപ്പർട്ടറിയില് 1 സീറ്റ് കുറയും. ഗൈഡ്ഷിപ്പ് ഒരു ആളുടെ കുറവുണ്ടാവും, ഒരു സ്റ്റുഡന്റിനുള്ള ഗൈഡ് അവിടെ ഇല്ല. കോഴിക്കോട് ആണെങ്കിൽ 6 സീറ്റ് ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില്, കോളേജിൽ 7 സീറ്റാണ് റെപ്പർട്ടറിയിൽ ഉള്ളത്. കോഴിക്കോട് 6 സീറ്റാണ്. അതിൽ 3 സീറ്റിൽ കൊടുക്കാനുള്ള ഗൈഡ് മാത്രമേ ഇപ്പോ കോഴിക്കോട് നിലവിലുള്ളൂ. പ്രാക്ടീസ് ഓഫ് മെഡിസിൻ തിരുവനന്തപുരത്ത് 7 സീറ്റ് ഉണ്ട്. അതിൽ 5 പേർക്കുള്ള ഗൈഡ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്.
കോഴിക്കോടാണെങ്കിൽ PM 6 സീറ്റ് ഉണ്ട്. അതില് 3 പേർക്കുള്ള ഗൈഡ് മാത്രമേ ഇപ്പോ നിലവിലുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം ഹോമിയോ കോളേജില് മൊത്തത്തില് 3 PG സീറ്റുകൾ കുറയും. കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജില് മൊത്തം 8 സീറ്റ് കുറയും. അങ്ങനെ 11 സീറ്റിന്റെ ഒരു കുറവാണ് ഇപ്പൊ ഗൈഡ്ഷിപ്പിൽ നിലവിലുള്ളത്. ആകെ നമുക്ക് 58 സീറ്റാണുള്ളത്. പിന്നെ 25 വരുന്നത് NHRIMS അങ്ങനെ മൊത്തം 91 സീറ്റിലാണ് കോഴിക്കോട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷെ അത് NHRIMS നാഷണൽ ലെവലാണെങ്കിലും മിക്കവാറും കുട്ടികളൊക്കെ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് തന്നെയാണ് അതിൽ അഡ്മിഷൻ കിട്ടാറുള്ളത്. അപ്പൊ ഇതിൽ തന്നെ 15%, അതായത് ഇപ്പം 58-ല് 11 സീറ്റ് കുറഞ്ഞു. അതില് 15% സീറ്റുകൾ ഓൾ ഇന്ത്യ മെറിറ്റിൽ പോകും. അതായത് 9 സീറ്റ് ഓൾ ഇന്ത്യ മെറിറ്റിൽ പോകും. 23 സീറ്റാണ് ജനറൽ മെറിറ്റിലുള്ള കുട്ടികൾക്ക് ഇതിൽ കിട്ടുള്ളൂ. മൊത്തം 58-ല് 23 സീറ്റാണ് ജനറൽ മെറിറ്റ് വരുന്നത്. 4 അധ്യാപക തസ്തികകളുണ്ട്. അത് ഇപ്പൊ ആളില്ലാത്തത് കാരണം അത് മിക്കവാറും ജനറൽ മെറിറ്റിൽ പോകും. പിന്നെ ഒരു മെഡിക്കൽ ഓഫീസറും. ഇങ്ങനെയാണ് ഇതിന്റെ സീറ്റിന്റെ ഡിവിഷനൊക്കെ വരുന്നത്. അപ്പൊ അധ്യാപകര് ഇല്ലാത്തതും കൗൺസിൽ അവരുടെ നോംസ് അപ്ഡേറ്റ് ചെയ്തതുമാണ് വലിയൊരു ക്രൈസിസ് ഇപ്പോ ഉണ്ടാവാനുള്ള ഒരു കാരണം ആയിട്ടുള്ളത്. പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് പോലും നഷ്ടപ്പെടരുത് എന്ന് ഗവൺമെന്റിന് നിർബന്ധമുണ്ട്. അപ്പൊ ഇതിനൊരു നമ്മള് എല്ലാവരും കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാല്, ഇപ്പം കഴിഞ്ഞ വർഷം കോഴിക്കോട് റെപ്പറേറ്ററിയിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു മാഡത്തിന്, മുമ്പത്തെ PC ആയിരുന്ന ജയ മാഡത്തിനെ വെച്ചാണ് റൺ ചെയ്തത്. അവരിപ്പം പ്രായാധിക്യം കാരണം ഈ വർഷം പറ്റില്ല എന്നാണ് പറഞ്ഞത്. രേണുമേഡായിരുന്നു തിരുവനന്തപുരം കോളേജിലെ റെപ്പറേറ്ററിയിൽ ഉണ്ടായിരുന്നത്. അവരും അപ്പൊ ഏജ് ഓവറായി. കാരണം പുതിയ റെഗുലേഷൻ പ്രകാരം മാക്സിമം 67 വയസ്സ് ഉള്ളവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അപ്പൊ അത് കൂടുതൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇതിൽ എടുക്കാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല. അപ്പൊ ഇതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള സീറ്റുകളുടെ അവസ്ഥ. ഒരു 11 കുട്ടികൾക്കുള്ള ഗൈഡ്ഷിപ്പ് നഷ്ടപ്പെടും. 11 പോയിട്ട് ഒരു സീറ്റ് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ബിരുദാനന്തര ബിരുദത്തിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ക്രീം ഓഫ് ദി സൊസൈറ്റിയിലെ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ യാതൊരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നേരത്തെ ഉദ്ഘാടന പ്രസംഗൻ IR അശോകുമാർ ഡോക്ടർ പറഞ്ഞതുപോലെ കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് സീറ്റുകളുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളിലും PG ഉണ്ട്, സൈക്കാട്രി ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ വർഷം മുതൽ ഡെർമറ്റോളജിയിലും അതേപോലെ കമ്മ്യൂണിറ്റി മെഡിസിനിലും സെൻട്രൽ NCH PG സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ സിലബസ് എല്ലാം അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നത് നമുക്ക് ആവശ്യത്തിനുള്ള അധ്യാപകരില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഒരു വർഷത്തിന്റെ ഉള്ളിൽ മിക്കവാറും ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതില് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളെല്ലാം വേക്കന്റ് ആയിരുന്നു. അതിലൊക്കെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ഡിപ്പാർട്ട്മെന്റിൽ കൂടെ അസിസ്റ്റന്റ് പ്രൊഫസർ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ, ഓർഗനോൺ ഓഫ് മെഡിസിനിലും ഫോറൻസിക് മെഡിസിനിലും. അതേപോലെ തന്നെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ഒരു വിഷയത്തില്. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും, 1-2 കമ്മ്യൂണിറ്റി മെഡിസിൻ പോലെയുള്ള 1-2 ഡിപ്പാർട്ട്മെന്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും PSC പരീക്ഷകൾ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് മിക്കവാറും 1-2 ആഴ്ചക്കുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് വരും. അതിന്റെ ഇന്റർവ്യൂ കൂടി കഴിഞ്ഞാല് ഈ 58 കുട്ടികൾക്കും കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിൽ നമ്മൾ ഭയപ്പെടേണ്ട. കാരണം ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിന്റെ ഉള്ളിൽ ഗൈഡിനെ ശരിയാക്കിയാൽ മതി എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിൽ 6 മാസത്തിന്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്നേ നിയമമുള്ളൂ. ഒരു 6 മന്ത് നമുക്കൊരു സമയമുണ്ട്. ആ ഒരു സമയത്തിന്റെ ഉള്ളില് ഈ അസോസിയേറ്റ് പ്രൊഫസറിലെ റാങ്ക് ലിസ്റ്റ് വന്ന് അപ്പോയിന്റ്മെന്റ് നടക്കുകയാണെങ്കിൽ ഈ 58 കുട്ടികൾക്കും നമ്മൾക്ക് കേരളത്തിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതാണ്. പക്ഷെ PSCയുടെ കാര്യത്തിൽ നമ്മുടെ PCO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് മിക്കവാറും 1-2 ആഴ്ചക്കുള്ളിൽ വരും. അപ്പൊ ഇന്റർവ്യൂ ഒന്ന് അവര് വേഗം നടത്തി തരികയാണെങ്കിൽ ഈ റെപ്പർട്ടറി അതേപോലെ മെറ്റീരിയൽ മെഡിക്കൽ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എല്ലാത്തിലും പരീക്ഷകൾ കഴിഞ്ഞിട്ടുള്ളതാണ്. അസോസിയേറ്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ യാതൊരു തടസ്സവും ഇല്ല. കാരണം 5 വർഷത്തെ എക്സ്പീരിയൻസ് എഴുതിയ ആളുകൾക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ 2 പേരെ എടുക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു ക്രൈസിസ് നമുക്ക് ആ ഒരു രീതിയിൽ ഒഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രൊവൈഡഡ് PSC റാങ്ക് ലിസ്റ്റ് വന്ന് അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് നടക്കണമെന്നുള്ളതാണ്. അപ്പൊ അതില് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാ കുട്ടികൾക്കും നമുക്ക് അഡ്മിഷൻ കിട്ടണം. പിന്നെ അതേപോലെ ഇപ്പൊ നിലവില് കേരളത്തിന് പുറത്തുള്ള സബ്ജക്റ്റുകളായിട്ടുള്ള സൈക്കാട്രി, പീഡിയാട്രിക്സ് ഇതിലൊന്നും നമുക്ക് കോഴ്സ് ഇല്ല. അതിന് കാരണം നമുക്ക് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റോ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിലവിലുള്ള പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ബൈഫർക്കേറ്റ് ചെയ്തിട്ട്
ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രപ്പോസൽ സംഘടനാ നേതാക്കളെല്ലാം കൂടെ ചേർന്ന് പ്രപ്പോസൽ സർക്കാരിൽ കൊടുത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഇതേപോലുള്ള കോഴ്സുകൾ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്നതാണ്. ഇതാണ് ബേസിക് ആയിട്ട് ഈ വിഷയത്തില് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള 100ഓളം അധ്യാപക തസ്തികകളുണ്ട്. അത് മിക്കവാറും NCHന്റെ പുതിയ റെഗുലേഷനും PSC കഴിയുമ്പോൾ 106 തസ്തികൾ 2 കോളേജിലും കൂടെ ആയിട്ട് വരും. പിന്നെ അതേപോലെ നേരത്തെ IR അശോക് കുമാർ സാർ പറഞ്ഞ പോലെ ഒരു കാര്യം, ഇപ്പം നമുക്ക് നേമം കോളേജിന് ഒഴിച്ച് കോട്ടയം എറണാകുളം കോളേജിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ചുരുങ്ങിയ സ്റ്റാഫിന്റെ ഒരു ആവശ്യം കൂടെ ഉള്ളൂ. അപ്പൊ അത് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അത് ശരിയാക്കുകയാണെങ്കിൽ ഈ 2 കോളേജിലും PG തുടങ്ങാനുള്ള ബെഡ് സ്ട്രെങ്ത് ഉണ്ട്. കാരണം ഇതിൽ ഒരുപാട് ടീച്ചിങ് സ്റ്റാഫിനേക്കാളും ബെഡ് സ്ട്രെങ്ത് ആണ് എപ്പോഴും കൗൺസിൽ നോക്കുന്നത്. അപ്പൊ അതിനുള്ള ബെഡ് സ്ട്രെങ്ത് ഈ 2 കോളേജുകൾക്കും പ്രൊവൈഡ് ചെയ്യും. കോട്ടയം കോളേജിനൊക്കെ നല്ല IPA ഫെസിലിറ്റി തന്നെയുണ്ട്. അപ്പൊ അതിൽ കുറഞ്ഞൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 കോളേജിലും കൂടെ നമുക്ക് PG തുടങ്ങാൻ പറ്റും. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം സർക്കാരിലും അതേപോലെ മാനേജ്മെന്റിലും ചെലുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 4 കോളേജിലെങ്കിലും നമുക്ക് PG കോഴ്സുകൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയാണ് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഈ മീറ്റിംഗിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ, നന്ദി ഡോക്ടർ മൻസൂർ അലി സാർ. അടുത്ത നമുക്ക് ജോസ് ഐസക് സാറിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം. അതിനുവേണ്ടി ഞാൻ ഡോക്ടർ ജോസ് ഐസക് സാറിനെ ക്ഷണിക്കുകയാണ്. സാറും കാണുന്നില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. ജോസ് ഐസക് സാർ ഒന്ന് ഹലോ. കേൾക്കാം സാർ. അല്ല, അത് ഇതിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രശ്നം സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഗൈഡ് പ്രോപ്പർ ആവശ്യത്തിനുള്ള ഗൈഡ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അത് കുറെ നാളുകളായിട്ടുണ്ടായ പ്രശ്നമാണ്. അത് ഇപ്പൊ നമ്മുടെ കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. കാരണം ഉള്ള സീറ്റിന് തന്നെ ആളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വർദ്ധിപ്പിക്കുന്നത്? നമ്മളിപ്പോ ഒരു ഉള്ള കോഴ്സ് നമ്മൾ തന്നെയാണ് ആദ്യം PG തുടങ്ങിയത്. പക്ഷേ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് അത് പല പ്രാവശ്യവും, ഇതിപ്പോഴല്ല, പല പ്രാവശ്യവും സീറ്റില് എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അലോട്ട് ചെയ്ത സീറ്റില് ആളെ എടുക്കാൻ പറ്റാതെ വന്നിട്ടുള്ളത് പല പ്രാവശ്യമുണ്ട്. ഇപ്പോഴും മാത്രമല്ല, അതിനെയും ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ വേറെ ആള് വന്ന് അവര് അതിന് ഇക്വിപ്ഡായി അല്ലെങ്കിൽ അവരുടെ സഫീഷ്യന്റ് എക്സ്പീരിയൻസ് ഒക്കെ ആയി വരുമ്പോഴാണ്. അപ്പൊ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ പുതിയ കോഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ഒരു കോളേജിനോ കുറച്ച് സീറ്റ് കൊടുത്തു, ആ സീറ്റിൽ പോലും അത് എടുക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ടീച്ചിങ് സ്റ്റാഫും ഇല്ലെങ്കിൽ പിന്നെ പുതിയത് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാണ് ഇതിൽ സംഭവിച്ചത്. സാറ് പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് വേറെ കോളേജ് അധ്യാപകരും വല്ലതും ഉണ്ടോ? ധനേഷ് ഡോക്ടറെ? ഹരികൃഷ്ണപിള്ള സാർ വന്നിരുന്നു, പക്ഷേ സാർ ഇപ്പൊ കാണുന്നില്ല. മനോജ് ഡോക്ടർ PG അധ്യാപകൻ കൂടിയായിരുന്ന PG ഉള്ള കോളേജ് അധ്യാപകൻ കൂടിയായിരുന്ന മനോജ് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നന്ദി ശൈൽ ഡോക്ടർ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റീവ് എടുത്ത അശോക് കുമാർ ഡോക്ടറെയും IFPHനെയും ഷാജി കുടിയ ഡോക്ടറെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. കാരണം ഹോമിയോപ്പതിയിൽ കഴിഞ്ഞ 50 വർഷമായിട്ട്, ഇപ്പം 77 തുടങ്ങി 50 വർഷത്തോളം, 50 വർഷമായിട്ട് ഇങ്ങനെ ഈ ആട്ടിൻപറ്റങ്ങളെ പോവുകയായിരുന്നു. ആരും അതിനെക്കുറിച്ച് നോബഡി ഈസ് റെസ്പോൺസിബിൾ. അതായത് കോളേജിൽ നിന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ PSC ടെസ്റ്റ് നടത്തണമെന്നോ ഇവർക്ക് ഭാവി ഉണ്ടാകണമെന്നോ ഒരു ചിന്ത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ ദുഃഖത്തോട് പറയാനുണ്ട്. കാരണം ഒരു PSC എഴുതാൻ 11 വർഷം കാത്തിരിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളേജിന്റെ ഈ കാര്യത്തിൽ ഞാനൊരു ഇന്റർവ്യൂവിന് പോയ ആളാണ്. അന്ന് അതേ വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ടീച്ചിങ് എക്സ്പീരിയൻസും 4 പേരുണ്ടായിരുന്നു. 4 പേർക്കും PSC വിദഗ്ധന്മാരുടെ കണ്ണിൽ ക്വാളിഫൈഡ് അല്ലായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് അറിയാം എന്ത് സംഭവിച്ചെന്നുള്ളത് അറിയാം. അതുകൊണ്ട് പറയുന്നില്ല അങ്ങോട്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഒരു വലിയൊരു മേജർ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു DME ഇല്ല എന്നുള്ളതാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സംഭവം നമുക്കില്ല. അതായത് എനിക്കറിയാം നമ്മുടെ ഇസ്മായിൽ സേഡ് സാർ ഒരുപാട് കഷ്ടപ്പെട്ടതിനെ പുറകെ.
1973 എൻ കെ ബാലകൃഷ്ണൻ ആരോഗ്യമന്ത്രിയുടെ സമയത്ത് ഹോമിയോപ്പതി ഡോക്ടർമാരുള്ള ബന്ധത്തിന്റെ പുറത്ത് വളരെ മിന്നൽ പോലെ നടന്നു. വളരെ ജോസ് ഐസക് സാറിന് അറിയാം കാര്യം. വളരെ പെട്ടെന്ന് നടന്നു. അത് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 50 വർഷമായി. നമുക്ക് ഒരു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇല്ല. DMN സാറിനുള്ള സമയത്ത് മേശപ്പുറത്ത് സാറിനെ കാണാൻ പറ്റാത്ത ഈ ഫയലുകളായിരുന്നു. ആ കോളേജിൽ പോയാലും അറിയാം. അപ്പൊ അത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞ വേറൊരു കാര്യം, ഈ അഡീഷണൽ കോഴ്സുകൾ തുടങ്ങണം. അത് ജോസ് ഐസക് സാർ പറഞ്ഞു, ഉള്ള ഡിപ്പാർട്ട്മെന്റ് ബൈഫർക്കേറ്റ് ചെയ്യണം. പക്ഷെ ഇത് ആരാ ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? ഇവിടുന്ന് ഡ്രൈവ് ഫോഴ്സ്. കഴിഞ്ഞ ദിവസം കോളേജിൽ പോയിരുന്നു, ഞാൻ കണ്ട കാഴ്ച പറയുന്നില്ല, വളരെ ദയനീയമായിരുന്നു. അവിടെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഒരു ഡിജക്റ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന പല ഫോസ്ഫോറിക് ആസിഡ് പല മെഡിസിനെ കുറിച്ച് പറയുന്ന ഒരു രംഗമാണ് അവിടെ കാണേണ്ടി വരുന്നത്. നമുക്ക് സ്റ്റാഫിസ് ആഗ്രഹിക്കും ചിലപ്പോൾ. അത്ര നമുക്ക് ഇന്റേണൽ മോട്ടിഫിക്കേഷൻ ഉണ്ടാവും അത് കാണുമ്പോഴത്തേക്ക്. ആ അവസ്ഥയാണ്. പിന്നെ അതുപോലെ PG അലവൻസിന്റെ കാര്യം പറഞ്ഞ 500 രൂപയുടെ അലവൻസ്. അതിലേറ്റവും ദയനീയമായ സാഹചര്യം എന്ന് വെച്ചാൽ, ഈ ഫയല് വന്നപ്പോൾ അന്ന് അവിടെ ഇരുന്ന സ്റ്റാഫ് നമ്മുടെ ഡയറക്ടറെ തെറ്റിദ്ധരിപ്പിച്ചെന്നുള്ളതാണ്. ഇത് സ്പെഷ്യലിസ്റ്റ് അലവൻസ് ആണ്, നമുക്ക് സ്പെഷ്യലിസ്റ്റ് അലവൻസ് ഇല്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ കൊടുക്കുന്ന സ്പെഷ്യലിസ്റ്റ് അലവൻസും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് കൊടുക്കുകയും തള്ളിക്കളയും ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ കുഴപ്പം ഉണ്ടാക്കുന്നത് ഈ പലപ്പോഴും ഉച്ചി തൊട്ട കൈകൊണ്ട് ഉദകറിയുന്ന കുറെ ആൾക്കാരിനതുണ്ട്. അത് മാറിയേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഈ PhD, ഞാൻ PG അസോസിയേഷൻ സെക്രട്ടറി സമയത്ത് 2000-ലാണ്. അന്നിരുന്ന, ഞാൻ പേര് പറയുന്നില്ല, അതിന്റെ പ്രമുഖരായ വ്യക്തികളോട് ഞങ്ങൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടു PhD തുടങ്ങണമെന്ന്. വർഷോത്തരായി, നത്തിങ് ഹാപ്പൻഡ്. അപ്പൊ നമുക്ക് ഈ PG കോഴ്സിന്റെ ഭാഗമായിട്ട് റെസ്പിറേറ്ററി മെഡിസിൻ പഠിപ്പിച്ച സുന്ദരം സാറുണ്ട്, PG ഗൈഡ്. അദ്ദേഹം പറഞ്ഞാണ്, സുന്ദരം സാറിന്റെ വാക്കുണ്ട്, വി ആർ ഓൾവേസ് ഗിവിംഗ് പ്രിഫറൻസ് ടു MB കോഴ്സ്. MBBS-നാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് അവര് കയറി വന്നോളും എന്നുള്ള ഇത് നമുക്കുള്ളത്. മനസ്സിലായില്ലേ? മാത്രമല്ല, ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ കണ്ണീര് വരരുത് എന്ന് ചിന്തിക്കണ്ടേ നമ്മള്? എത്ര കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്? ഇപ്പൊ ഇവിടുത്തെ കോളേജിൽ 89% പെൺകുട്ടികളും 11% ആൺകുട്ടികളുമാണ്. ഇത് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി കഴിയുമ്പോഴത്തെ ഏത് 5% ശരിക്കും പറഞ്ഞാൽ വിമൻസ് കോളേജ് പോലെയാണ് ഒരു DMO മീറ്റിങ്ങൾ തോന്നുന്നത്. അത്രത്തോളം കുറവാണ്. പല കാര്യങ്ങളും വളരെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ പഠിക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ തലമുറയുടെ കുഴപ്പമാണത്. അതാണ് നമ്മൾ IFPH എന്റർപ്രൈനർഷിപ്പിനെ കുറിച്ച് ഇനീഷ്യേറ്റീവ് എടുത്തത്. പക്ഷെ ദൗർഭാഗ്യവശാല് നമ്മുടെ ആൾക്കാർക്ക് ഗൗരവം മനസ്സിലായില്ല. ഇനി സാറ് പറഞ്ഞ വേറൊരു കാര്യം, അശോക് കുമാർ സാർ ഡോക്ടർ പറഞ്ഞ കാര്യമുണ്ട്, ഡിപ്ലോമ കോഴ്സുകൾ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. കാരണം എന്താണ്, ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ OP നല്ല രീതിയിൽ പോകുന്നുണ്ട്. ജനനി, മറ്റേ സീതാലയം, ഇതിനോടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ശ്രീത്രയിൽ ഉണ്ടല്ലോ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഉണ്ടല്ലോ, അതുപോലെ തുടങ്ങിക്കൂടെ? പക്ഷെ ആരാ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്? ഈ IFPH-ന്റെ പ്ലാറ്റ്ഫോമില് NCH-ന്റെ പ്രമുഖരായ വ്യക്തി വന്നപ്പോൾ ഇത് പറഞ്ഞപ്പോ അദ്ദേഹം കേട്ടവാന്ന് അടിച്ചിട്ടില്ല. ഇനിയും വേറെ അവാർഡും കൂടി വരുന്നുണ്ട്. ഓർട്ടിയർ സിസ്റ്റം വരികയാണ്. അത് പബ്ലിക് ഹെൽത്ത് കേഡർ, സ്പെഷ്യലിസ്റ്റ് കേഡർ, അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ, ഈ 4ആയിട്ട് മാറുമ്പോൾ ഹോമിയോപ്പതി ഔട്ടാണ്. നിങ്ങൾക്കൊരു ഇത് പബ്ലിക് ഹെൽത്ത് ഒരു കോഴ്സ് ഉണ്ടോ? ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടോ? എന്തുണ്ട്? നത്തിങ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം ഫാക്കൽറ്റി ഉള്ളതുകൊണ്ട് വർഷത്തോളം ആലോചിച്ച് നോക്കണം. പിന്നെ മെഡിക്കൽ ഓഫീസ് അസോസിയേഷൻ കേരളത്തിലെ ഏറ്റവും പഴയ അസോസിയേഷൻ ഒരെണ്ണമാണ്, 66 തുടങ്ങിയാണ്. നമ്മൾ ഒരുപാട് പാരമ്പര്യമുള്ളവരാണ്. പക്ഷേ നമ്മൾ അവിടുന്ന് പടവാലെങ്കിലും താഴോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനിയെങ്കിലും ഉശിരോടുകൂടി വിത്ത് അഗ്രഷൻ, അതോടുകൂടി അശോക് കുമാർ ഡോക്ടർ പറയട്ടെ, 1999 2000-ലാണ് ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. അവിടെ 100 സീറ്റുണ്ട്, 7-8 വിഷയങ്ങൾ PG ഉണ്ട്, PhD ഉണ്ട്, അതിന് ലാബുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഗവൺമെന്റ് കോളേജ് പറ്റണമെന്നില്ല. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ള ആഗ്രഹം തീർത്ത ഒരു കനലെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആളി കത്തിക്കാൻ പറ്റും. താങ്ക് യു. നന്ദി ഡോക്ടർ മനോജ്. അടുത്തത് നമ്മളെ മറ്റേ ഹരികൃഷ്ണപിള്ള സാർ ഉണ്ടോ? നേരത്തെ ഇടയ്ക്ക് വന്നിട്ട് പോയെന്നു, ഔട്ടായി പോയെന്നു. അല്ല, ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സാറ് വന്നിട്ടുണ്ടല്ലോ. ഏത് പേരിന്റെ ഡോക്ടർ? ഹരികൃഷ്ണപിള്ള എന്നായിരുന്നു. ഇപ്പൊ ഞാൻ കോഹോസ്റ്റ് ആക്കിയായിരുന്നു, അപ്പൊ വീണ്ടും പോയല്ലേ? പോയി ഇപ്പൊ കാണുന്നില്ല. അങ്ങനെ ഹരികൃഷ്ണപിള്ള സാർ ഉണ്ടോ? നെറ്റിന്റെ പ്രോബ്ലം ആയിരുന്നു ഡോക്ടർ. നെറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും. ഏതായാലും ഇന്നലെ വളരെ വേഗമാണ് എനിക്കൊരു മെസ്സേജ് ഷാജി ഡോക്ടറെ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് വന്നു, അശോക് കുമാർ ഡോക്ടർ. അപ്പൊ എനിക്ക് ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തിരിച്ചറിഞ്ഞു അശോക് കുമാർ ഡോക്ടറാണ്. ഞാനപ്പോൾ തന്നെ അശോക് കുമാർ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ ഇത് വെക്കാം, ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ആരെ അവതരിപ്പിക്കും? ഞാൻ പറഞ്ഞു ഡോക്ടർ തന്നെ അറിയാവുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ മതി, ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ മറ്റുള്ള ആൾക്കാരെ. അങ്ങനെയാണ്
ഞാൻ ജസ്റ്റ് ഇന്ന് മൻസൂർ അലി സാറിനും ഒക്കെ അയച്ചു. സാറ് വളരെ അത് കഴിഞ്ഞ് വിളിച്ചപ്പോൾ സാറ് വളരെ പോസിറ്റീവായിട്ട് ഞാൻ വരാമെന്ന് പറയുകയും കറക്റ്റ് സമയത്ത് തന്നെ സാർ വരികയും ചെയ്തു. അപ്പൊ അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശ്രദ്ധിക്കുവാനും അതിനെ മുന്നോട്ട് നയിക്കാനും നമ്മളോടൊപ്പം ഒത്തിരി ഡോക്ടർമാരും ഈ സമൂഹമുണ്ട്. പക്ഷെ നമ്മൾ ഹോമിയോപ്പതിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് തൃപ്തികരമായിട്ട് വരണമെങ്കിൽ നമ്മളുടെ ഹോമിയോപ്പതിയുടെ സ്റ്റാൻഡേർഡ്, കാരണം ഇപ്പൊ ഈ IFBH 1436 ദിനങ്ങളായി. നമ്മൾ ധാരാളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും PhD-യും MD-യും കഴിഞ്ഞ 100-ലധികം ഡോക്ടർമാരാണ് നമ്മുടെ വേദിയിൽ പ്രസന്റേഷനിൽ നടത്തിയിരിക്കുന്നത്. ഇവരുടെ എല്ലാം നമ്പേഴ്സ് കൂടുതലുണ്ട്. അപ്പൊ ഇത്രയധികം ആൾക്കാര് ഹോമിയോപ്പതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോഴും MD കഴിഞ്ഞ് PhD ഉള്ളവർ ഇറങ്ങാൻ തുടങ്ങിയിട്ട് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും വരുന്നതിന് മുമ്പേ ഉള്ള സ്ഥാപനങ്ങളാണ് മറ്റ് പ്രൈവറ്റ് മേഖലയിലുള്ളത്. എന്തുകൊണ്ട് ആ കോളേജുകളിലും നമുക്ക് ഈ PG തുടങ്ങിക്കൂടാ? അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ നേരിട്ട്, കാരണം അവിടെയുള്ളവർക്ക് സാലറി കൊടുക്കുന്ന UGC സാലറി തന്നെയാണ്. അപ്പൊ അവിടെയുള്ള അധ്യാപകരെയും നമ്മൾ വില കുറച്ച് കാണേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പൊ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പരിശോധനാ സമിതി അങ്ങനെയുള്ള കോളേജുകൾക്കും അംഗീകാരം കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ പുതിയ കോഴ്സുകൾ, പീഡിയാട്രിക്സ്, ജെറിയാട്രിക്സ്, ഇൻഫെർട്ടിലിറ്റി, അങ്ങനെയുള്ള മേഖലകളിലുള്ള ഇതൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി നമ്മളൊരു മൂവ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ ഹോമിയോപ്പതിയുടെ സ്റ്റാൻഡേർഡ് വളരെ ഉയരങ്ങളിലെത്തും. അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ വെറും DHMS-കാരനായി എനിക്ക് ഒത്തിരി സന്തോഷമാണ് വരുന്നത്. കാരണം നമ്മുടെ സിസ്റ്റം വളരുകയാണ്. ധനേഷ് വളരുന്നതിലും ഉപരി സിസ്റ്റം വളരുക, അതിലൂടെ ജനങ്ങളുടെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും നമുക്കിതൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇതെങ്ങനെ നേടാം? അതിന് നമുക്ക് രാഷ്ട്രീയ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാരെയും കാണേണ്ടതായിട്ടുണ്ട്, അവരെ ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വേദിയിൽ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വന്നിട്ടുണ്ട്, മിക്കവാറുമുള്ള MLA-മാര് വന്നിട്ടുണ്ട്, ഈ കേരളത്തിലെ 20 MP-മാർ 20 രാജ്യസഭാ MP-മാരും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും അധികം ആൾക്കാർ വന്ന് അവരെയൊക്കെ കൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരിലൂടെ തന്നെ നമുക്കിതൊക്കെ നേടിയെടുക്കാനും പറ്റണം. അതിന് ഒരു കൂട്ടായ ശ്രമമാണ് നടത്തേണ്ടത്. അതിന് അധ്യാപക സംഘടനകളിൽ നിന്ന് എന്ത് നിർദ്ദേശം നമ്മുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങളും അറിയിക്കുകയാണെങ്കിൽ അതും നമ്മൾ ഏറ്റെടുക്കാം. ഇത് രണ്ടും ആണ് സൈഡ് സാറും ഷാജിക്കുടി ഡോക്ടറും ഒക്കെ ഈ IFBH-ൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള എത്ര സെഷൻ വേണമെങ്കിലും നമ്മുടെ വേദിയിൽ ചർച്ചയ്ക്കായി വെക്കാനും നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് ഇനി കോളേജിൽ നിന്ന് കൂടുതൽ അധ്യാപകരെ ഈ വേദിയിൽ എത്തിച്ച് അവർക്ക് നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടർ ശാലിനി ചോദിച്ചിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കൂടെ അറിയിക്കുകയാണ്. ഔട്ടായി പോയെന്നോ? അതെ, പോയി പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, പോയി നെറ്റ് പെട്ടെന്ന് ഔട്ടായി. ഓക്കെ, ധനേഷ് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നന്ദി ഡോക്ടർ ധനേഷ്. നല്ലൊരു ഭാവി എന്താണ് കോഴ്സുകൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ആശിക്കാം. ഡോക്ടർ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇക്കൂട്ടത്തിൽ മൻസൂർ അലി സാറ് വളരെ വ്യത്യസ്തമായ വ്യക്തിയാണ്. എപ്പോഴും വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ കോൺഷ്യസ് ആവുകയും അതിനുവേണ്ടി ധാരാളം വർക്ക് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളിയെ നമ്മൾ ഒരു പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് അഭിപ്രായപ്പെടുകയാണ്. പിന്നെ ജോസ് ഐസക് സാർ അറിയാലോ, ഇന്റർനാഷണൽ അത് വേറെ ലെവലാണ്. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ മനോജ് ഡോക്ടർ നേരത്തെ പറഞ്ഞ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവ് തിരുവനന്തപുരം നിയമ കോളേജില്, അപ്പൊ അത് ഈ തിരുവനന്തപുരത്ത് തന്നെ നമ്മളെ ഭരണ മന്ദിരത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലത്തുള്ള ഒരു കോളേജിൽ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. എങ്ങനെ അത് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അല്ല ഡോക്ടർ, അതിനാണ് നമ്മളിപ്പോ നേമത്തെ ന്യൂറോ ഡെവലപ്മെന്റ് സെന്ററിനെ കുറിച്ച് ഒരു ഫീച്ചർ പത്രത്തിൽ വന്നിരുന്നു. ഡോക്ടർ ബിന്ദു ഇന്റർനാഷണൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് വേണമെന്ന് തോന്നുന്നുണ്ടാകും. മുമ്പ് അതായിരുന്നില്ല അവസ്ഥ. ഞാനവിടെ പഠിച്ച ഒരാളാണ്, എനിക്കറിയാം എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്നുള്ളത്.
അപ്പൊ മാനേജ്മെന്റ് തലവേദന ആയിക്കുന്ന സ്ഥാപനം മാനേജ്മെന്റ് വളരെ വേണമെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ഡോക്ടർ പലരും എന്റെ സ്റ്റുഡൻസ് ആണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ പ്രിൻസിപ്പൾ. അപ്പൊ അത് വലിയൊരു വലിയ മാറ്റമാണ്, വലിയൊരു സ്വിങ് ഉണ്ടായിട്ടുണ്ട് കാര്യത്തില്. ഓക്കെ മനോജ് ഡോക്ടറെ. അടുത്തത് നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി പ്രിയേട്ട്. ഡോക്ടർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാന് എന്നെ ക്ഷണിച്ചതിന് നന്ദി. അതോടൊപ്പം തന്നെ പ്രത്യേകം നന്ദി പറയേണ്ടത് ഡോക്ടർ അശോക് കുമാർ ഡോക്ടറോടും അതുപോലെ തന്നെ ഇന്നത്തെ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഡോക്ടർ മൻസൂർ അലിയെ പോലെയുള്ളവർ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം അദ്ദേഹമൊക്കെ ഇതിൻ്റെ അകത്ത് ആ ഒരു അക്കാഡമിക് ഡോക്ടർ ജോസ് ഐസക് ഇവരൊക്കെ അക്കാഡമിക് ലെവലിലുള്ളവരാണ്. നമ്മളൊന്നും അക്കാഡമിക് ലെവലിലുള്ള ക്ലിനിക്കൽ സൈഡിലുള്ളവരാണ് നമ്മളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഓഫ് മെഡിസിന്റെ നന്മ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോവിഡ് കാലത്തൊക്കെ ഈ നമ്മുടെ പരമ്പരാഗത സംഘടനകൾ ചെയ്യാണ്ട് വന്നപ്പോൾ അവരോട് പരമാവധി ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് സാധിക്കാതെ വന്നപ്പോൾ IFPH പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ തുടങ്ങേണ്ട നിർബന്ധരായിരിക്കുന്നു. അതെല്ലാവരും മനസ്സിലാക്കണം. അല്ലാണ്ട് ഇത് ആരെ തോപ്പിക്കാനോ ഒന്നുമല്ല. നമ്മൾ കൈകോർത്ത് പിടിച്ച് ഹോമിയോപ്പതിയുടെ നന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതകാലത്ത് ആവുന്നത്ര ചെയ്ത് മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് ഇത് പകർന്നു കൊടുത്തിട്ട് പോകാൻ വേണ്ടിയാണ്. ആരെയും തോൽപ്പിക്കാനോ ആരോടും മത്സരിക്കാനോ അല്ല എന്ന് ദയവായിട്ട് ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അക്കാഡമിക് ലെവലിൽ എൻ്റെ ജ്ഞാനം പരിമിതമാണ്. പക്ഷേ ഞാനിതേക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കാനും ആര് പറയുന്നത് കേൾക്കാനും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനും എന്ത് ചെയ്യാനും നമ്മളെല്ലാം റെഡിയാണ്. ചെയ്യണം. നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ആവശ്യം. അതിൻ്റെ അകത്ത് പലപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ഒരാൾ ചെയ്യുന്നതിനെ ഈ ക്രാപ്പ് മെന്റാലിറ്റിയോടെ വലിച്ച് താഴെയിട്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ അതീവ ദുഃഖമുണ്ട്. ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കണമെന്ന് എല്ലാവരോടും പറയാനുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡോക്ടർ മൻസൂർ അലി, ഡോക്ടർ ജോസ് ഐസക്, ഡോക്ടർ മനോജ്, ഡോക്ടർ അശോക് കുമാർ, ഇതൊക്കെ എല്ലാവരും അതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനിത് കേട്ടിട്ട് അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞോളാം. അതുപോലെ തന്നെ ഇത് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സംസാരിക്കുന്ന സമയം കൊടുക്കും. ഓക്കെ ഷാജി കുടിയേട്ട് ഡോക്ടറെ. ഇതില് പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്ത കുട്ടികളോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാരും വിദ്യാർത്ഥികളുണ്ടോ? എന്തെങ്കിലും അവർക്ക് ആകുലതകളോ സംശയങ്ങളോ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ മറ്റേ അതിന് മറുപടി പറയത്തക്ക ആൾക്കാർ ഇതിലുണ്ട്. ഈ വർഷത്തെ ഓൾ ഇന്ത്യ PG എൻട്രൻസിൽ ആദ്യത്തെ 100 റാങ്കിൽപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അവർ ഡോക്ടർക്ക് അറിയാലോ, ഡോക്ടർ വിളിച്ചാൽ മതി. വിളിക്കുകയോ അല്ലെങ്കിൽ അവർ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ സംസാരിക്കാൻ അവസരം നമുക്ക് അവർക്കൊരു പ്രത്യേക അനുമോദന നമുക്കൊരു ദിവസം പ്രത്യേക അവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കാനായിട്ട് വിളിക്കണം. ഇപ്പൊ അവർക്ക് സംസാരിക്കാം പ്ലീസ്. അല്ല, മുമ്പ് BHMS റാങ്കുകാർക്ക് IFPH അത് കൊടുത്തിരുന്നല്ലോ. അവിടെ പോയിരുന്നു, ബാബുരാജ് ഡോക്ടർ പോയി കോളേജിൽ പോയി കൊടുത്തായിരുന്നല്ലോ. ഇത് പുതിയ റാങ്ക് ലിസ്റ്റ്. അതെ, തീർച്ചയായിട്ടും PG. അതെ, അശോക് ഡോക്ടർക്ക് അറിയാം ആരാണെന്നല്ല. ഡോക്ടർ വിളിച്ചാൽ മതി. അല്ല, നമുക്കൊന്നുകൂടെ വിളിക്കാം. PG റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണേ. അശോക് കുമാർ ഡോക്ടർ സ്റ്റുഡൻസ് വല്ലവരും ഉണ്ടോ? 4-5 പേരെ ഞാൻ കാണുന്നുണ്ട്. അവര് സംസാരിക്കാൻ വരുമോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് വിളിക്കാൻ വേണമെങ്കിൽ. വിളിക്കൂ. ഞാൻ വിളിക്കാതെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കുമോ? അല്ലെങ്കിൽ ഞാൻ പേര് വെച്ച് വിളിക്കേണ്ടി വരും. ഈ ഡോക്ടർ സൂസി എന്ന് പറയുന്നത് ഡോക്ടർ സൂസി ചാൾസ് ആണോ? അല്ല, സൂസി ഡോക്ടർ നമ്മളെ പിന്നെ ഡോക്ടറാണ്, അല്ല സ്റ്റുഡന്റ് ഒന്നുമല്ല. നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഇപ്രാവശ്യത്തെ APGT റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100 റാങ്കിലുള്ളവർ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഭാവിയുടെ പ്രധാനമാകേണ്ടവരാണ് നിങ്ങൾ. അതെ. അവര് മടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഉൾവലിയാനോ പാടില്ല. അവര് വളരെ ധൈര്യപൂർവ്വം മുമ്പോട്ട് വരിക.
അവർ വരുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മൻസൂർ അലി ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ. അശോക് കുമാർ ഡോക്ടർ ഒരാൾ വന്നിട്ടുണ്ട്. ഡോക്ടർ പറയൂ. ഡോക്ടർ സുൽഫത്ത് പറയൂ. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഓക്കെ. ഹലോ, കേൾക്കാവോ? ഓക്കെ, കേൾക്കാം. ഞാൻ സുൽഫത്ത്, ട്രിവാൻഡ്രം ഹോമിയോ കോളേജ് ഗവൺമെന്റ് കോളേജിൽ നിന്ന് 2022 പാസ് ഔട്ട് ബാച്ച് ആണ്. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് 88 ആയിരുന്നു. കാറ്റഗറിയിൽ വരുമ്പം OBC 43 ആണ്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ നിന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ശരി, എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. ഒരു ഫേസ് കൂടെ കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തായാലും കാണാൻ പറ്റിയില്ല, ഫേസ് കാണാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും ഡോക്ടർ ഇതിനുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ വളരെ സന്തോഷം. ഇനി വേറെ ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടോ? നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ഷമീമ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഷമീമ ഡോക്ടറെ, നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും ചെയ്യും. ഹലോ, പറഞ്ഞോളൂ. ഞാന് ഷമീമ, ഞാനിവിടെ മലപ്പുറം ജില്ലയിലാണ്. പിന്നെ എന്റെ ഓൾ ഇന്ത്യ റാങ്ക് 131 ആണ്. അപ്പൊ കൺഗ്രാറ്റ്സ് ഒക്കെ ഇങ്ങനെ കേട്ടപ്പോ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ ഇഷ്യൂ സാറ് ഗ്രൂപ്പിലിട്ടപ്പം ഭയങ്കര ഡെസ്പായി തോന്നി. അപ്പൊ ഉള്ള സീറ്റും പോകുമ്പോ നമ്മൾ പ്രതീക്ഷിച്ചൊരു കോളേജ് കിട്ടാതെ പോവോന്നൊക്കെ ഭയങ്കര ആശങ്കയുണ്ട്. അപ്പൊ എല്ലാരും ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത്രയും വിഷമം ഉണ്ടായിട്ടാണോ പറയാൻ ഇത്ര താമസം? ഇമാതിരിയുള്ള പ്രതിസന്ധി വരുമ്പോൾ പ്രതികരിച്ച് അതിന് ശക്തമായി നേരിടാൻ മുന്നിട്ടിറങ്ങേണ്ടവരാണ് നിങ്ങൾ. നമ്മളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിന്നോട്ട് വലിഞ്ഞു നിന്നാ എങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങളാണ് കാര്യമില്ല എന്നാണ് മൻസൂർ അലി ഡോക്ടർ പറഞ്ഞത്. 6 മാസത്തിനകം ഒരു ഗൈഡിനെ സംഘടിപ്പിച്ചാൽ മതിയാകും. 6 മാസത്തിനകത്ത് അസോസിയേറ്റ് പ്രൊഫസർമാർ ജോയിൻ ചെയ്യുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഡെസ്പാകണ്ട. ഇനിയും ആരൊക്കെ ഉണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും ചെയ്യൂ. എനിക്ക് IFPH നേതൃത്വത്തോട് പറയാനുള്ളത്, നിലവിലുള്ള സീറ്റുകൾ കുറയാൻ പാടില്ല. പുതിയ കോഴ്സുകൾ, പ്രത്യേകിച്ച് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുള്ള സൈക്കാട്രിയും പീഡിയാട്രിക്സും ഒക്കെ, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മളാണ് ആദ്യം PG തുടങ്ങിയത്. 91-ൽ PG തുടങ്ങിയ നമ്മൾക്കുള്ള ഡോക്ടർ ഹംദ ഒന്ന് സംസാരിച്ചോളൂ. ഡോക്ടർ ഹംദ നസ്രിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്. ഒത്തിരി സീനിയേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിനിലെ PG വിദ്യാർത്ഥിനിയാണ്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ട്, ലാസ്റ്റ് ഇയർ അഡ്മിഷൻ ആയിരുന്നു. അഡ്മിഷൻ എടുത്തിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടായത് ഗൈഡിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തില് 3 പേർക്ക് ഗൈഡ് ഇല്ല. അപ്പൊ അവരെ ഇപ്പൊ ഉള്ള ടീച്ചേഴ്സിന്റെ അണ്ടറിൽ അങ്ങനെയാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി സമ്മതിച്ചിട്ടുള്ളത്, പുതിയ ആളുകൾ വരുന്നത് വരെ, പുതിയ ടീച്ചേഴ്സ് വരുന്നത് വരെ. അപ്പോൾ ഇപ്പം ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒത്തിരി റിക്വസ്റ്റ് കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായി ഈ ഗൈഡിന്റെ ഇഷ്യൂസിന്. അപ്പോൾ ലാസ്റ്റ് ആണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അതായത് പ്രിൻസിപ്പളും ഇവിടുത്തെ ടീച്ചേഴ്സും തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ഇപ്പം ഉള്ള സ്റ്റുഡൻസിന് ഗൈഡായിട്ട് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പൊ അന്ന് തന്നെ ഞങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായി നെക്സ്റ്റ് ഇയർ അഡ്മിഷന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇത് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഈ ഡോക്ടേഴ്സ് എല്ലാരും കൂടി, ഈ സംഘടനകളും എല്ലാരും കൂടി ഒരുമിച്ചുള്ളത് ഒത്തിരി ഉപകാരപ്രദമാണ്. കാരണം നമ്മളെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾക്കൊരു സ്ട്രെങ്ത് ആണ്. അതിന് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇപ്പൊ നേരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞല്ലോ, പീഡിയാട്രിക്, ഡെർമറ്റോളജി, സൈക്കാട്രി,
അങ്ങനെയൊക്കെ നമ്മളെ കോളേജിൽ തന്നെ അങ്ങനെ OPs റൺ ചെയ്യുന്നുണ്ട്. ഡെർമറ്റോളജി ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്, സൈക്കാട്രി ഇല്ല. പക്ഷെ പേഷ്യൻസ് ഒത്തിരി റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് അവിടെ സ്ക്രീനിങ് ഉണ്ട്. അവിടെ വന്നിട്ട് പേഷ്യൻസ് ഡെയിലി വൈസ് ചോദിക്കും, ഇവിടെ സൈക്കോളജി ഉണ്ടോ, സൈക്കോളജിസ്റ്റ് ഉണ്ടോ, സൈക്കാട്രി ഉണ്ടോ എന്ന് പേഷ്യൻസ് ഇങ്ങോട്ട് ഒത്തിരി ചോദിക്കുന്നതാണ്. അപ്പോൾ ആസ് എ ഗവൺമെന്റ് കോളേജ്, ആസ് എ ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് അത് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് PG ഒരു ഇതായിട്ടും കൂടി വരികയാണെങ്കിൽ അത് അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനും കൂടി എല്ലാ ഡോക്ടേഴ്സും ഇനിയും മുമ്പോട്ടും ഭാവിയിലും ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷയും കൂടി വെക്കുകയാണ്. എന്തായാലും നമ്മള് മുട്ടൂയും തുറക്കപ്പെടുന്നതാണല്ലോ. അപ്പൊ നമ്മള് ഒന്നിച്ച് നിന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു സർക്കാരിന്റെ തലത്തുനിന്നും ഒരു ഫലം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഡോക്ടർ തുറക്കപ്പെടും. മനുശ്രീ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. ഡോക്ടർ മനുശ്രീ. ഡോക്ടർ മനുശ്രീ. റെസ്പോണ്ട് ചെയ്യുന്നില്ല ഡോക്ടറെ. ഉണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ സംസാരിച്ച ഡോക്ടർ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഇയർ. അതെ, എന്തായാലും ഈ സൈക്കാട്രി ഒക്കെ തുടങ്ങാൻ വേണ്ടി കുട്ടികളും പിന്നെ പേഷ്യൻസും എല്ലാം ആഗ്രഹിക്കുന്നു. അതൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ എന്താണ് ഒരു വഴി? സൈക്കാട്രി ഒക്കെ ഫാദർ മുള്ളേഴ്സിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷത്തിലധികമായി. അതാണ് അതിന്റെ ഏറ്റവും രസകരമായ കാര്യം. 15 അല്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഇവിടെ തുടങ്ങാൻ എന്താണ് തടസ്സം? നമ്മുടെ കുറിച്ചിയിലുണ്ടല്ലോ. കുറിച്ചി സെൻട്രൽ റിസർച്ചിലുണ്ട്, നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ രണ്ടിലും ഇല്ല. സെൻട്രൽ റിസർച്ചിൽ മൻസൂർ അലി ഡോക്ടർ പറഞ്ഞതുപോലെ ഞാനും അത് പറഞ്ഞിരുന്നു, അവിടെ കൂടുതലും സെൻട്രൽ അലോട്ട്മെന്റിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ പോലും. അല്ല, കോഴിക്കോടിലൂടെയൊക്കെ തുടങ്ങാനേ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും IFPH മുന്നോട്ട് വെക്കേണ്ടത് നിലവിലുള്ള സീറ്റുകൾ കുറയാൻ പാടില്ല. അതുപോലെ ഗൈഡുകളുടെ അഭാവം, അത് നിലവിലുള്ള ഗൈഡുകൾക്ക് വർക്ക് ലോഡ് കൂട്ടുന്നുണ്ട്. അതിൻ്റെതായ ഒരു വർക്ക് ലോഡ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എഫിഷ്യൻസി കുറയും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ ഈ പറഞ്ഞ പുതിയ സൈക്കാട്രി, പീഡിയാട്രിക്സ് പോലെയുള്ള മറ്റു കോളേജുകളിൽ നിലവിലുള്ള കോഴ്സുകളെങ്കിലും തുടങ്ങാനുള്ള ഒരു നീക്കം ഉണ്ടാകണം. അതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹോമിയോ കോളേജാണ്, 1967 തുടങ്ങിയതാണ് നമ്മുടെ ആതുരാശ്രമം ഹോമിയോ മെഡിക്കൽ കോളേജ്. അവിടെ ഇതുവരെ PG അനുവദിച്ചിട്ടില്ല. 67 അതെ, അത്രയും പഴയ സ്ഥാപനത്തിൽ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ സെന്റിനറി സെലിബ്രേഷൻ, പടിയാർ സെന്റിനറി എന്നാണ് അവർ ആ സെലിബ്രേഷൻ പറയുന്നത്. സെന്റിനറി സെലിബ്രേഷൻ നടത്തുന്ന പടിയാർ കോളേജിൽ അവർ പല വർഷമായിട്ട് എല്ലാ വർഷവും അവർ അപേക്ഷ കൊടുക്കുന്നതാണെന്ന് ആ കോളേജിൽ നിന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ തുടങ്ങിയിട്ടില്ല. അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ തുടങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു നീക്കം, അതിനുവേണ്ടി ഒക്കെ നമ്മൾ സംഘടനാ തലത്തിൽ നീക്കങ്ങൾ നടത്തണമെന്ന് ഈ അവസരത്തിൽ മൻസൂർ അലി ഡോക്ടർ പറഞ്ഞതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് IFPHന്റെ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു മെമ്മോറാണ് ബാബുരാജ് സെക്രട്ടറി സമയത്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ 1-2 കാണും, ഇനിയും കൊടുക്കണം. വേലപ്പ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വേലപ്പ സാർ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യൂ. താങ്ക് യു സാർ. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയത്തിൽ എനിക്ക് പറയാൻ യാതൊരു കോമ്പറ്റൻസും ഇല്ല. എന്നാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് ഇപ്രാവശ്യം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഫലമുള്ളത് ഈ നമ്മുടെ IFPH കൊണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അത് ഇവിടെ വളരെ പ്രസക്തമാണ്. നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല. അതുപോലെ എല്ലാവരും നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പറഞ്ഞാൽ, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നോളജ് എന്നാണ് പവർ എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹോമിയോപ്പതിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മറ്റൊരു കോമ്പറ്റീഷനൊക്കെ ഉള്ളതുകൊണ്ടും മറ്റു കാര്യങ്ങളുള്ളത് ഞാൻ പറയുന്നില്ല, മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ സ്കിൽഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതായത് നമുക്ക് യാതൊരു പുരോഗതി ഉണ്ടാകുകയില്ല. അതിനുവേണ്ടി നമ്മളൊരു ആക്ഷൻ പ്ലാൻ, ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സംഘടിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് പോരാ, ഇത് പെർമനന്റ് ആയിട്ട് ഈ പല വിധത്തിൽ സിലബസ് മാറ്റുന്ന കാര്യമാണെങ്കിലും
അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മാറുന്നതാണെങ്കിലും ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുന്ന കാര്യമാണെങ്കിലും ആയുഷിന്റെ ആണെങ്കിലും നമ്മൾ R&D ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ സ്ഥിരമായിട്ട് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേകം ആക്ഷൻ പ്ലാൻ എടുത്ത് ഓരോരുത്തരും ചുമതല എടുത്ത് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് വേണം ഇതിന് മുന്നിൽ വരാനായിട്ട്. നമ്മുടെ പഴയ ആൾക്കാർക്കേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉള്ള സ്റ്റുഡൻസ് ആണ്. അവർ മുൻകൈ എടുത്ത് അവരെ സംഘടിപ്പിക്കുകയും വേണം. സ്റ്റുഡൻസിന്റെ പങ്കാളിത്തം വളരെ കുറവാണ്. ഞാൻ വേറൊരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ യഹിയ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മറുനാടൻ മേളയിൽ, സാജൻ സാറ്. അത് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. എല്ലാവർക്കും അതിനെപ്പറ്റി ഹോമിയോപ്പറ്റി അഭിപ്രായം കൊണ്ടാണുള്ള ഒരു. പക്ഷെ അതിനകത്തൊരു കാര്യം പറയാൻ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ യഹിയ സാറിനെ ഞാൻ കുറ്റം പറയുകയൊന്നുമില്ല, എനിക്ക് അതിന് ഒരു കോമ്പറ്റൻസി ഇല്ല. ഈ മീറ്റിംഗ് നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞത് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ ഹോമിയോപ്പതിക്ക് പറ്റത്തില്ല, അതിന് അലോപ്പതി തന്നെ വേണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് സ്വന്തമായിട്ട് എമർജൻസി മീറ്റ് ചെയ്യാൻ കഴിവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ മാറ്റണം. അങ്ങനെ നമുക്ക് ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് നല്ലൊരു നിർദ്ദേശം ശൈല ഡോക്ടറെ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയം ചെയ്യാം. അശോക് മൻസൂർ അലി സാറിനെ അതുപോലെ ജോസ് ഐസക് സാറിനെ വിളിച്ചിട്ട് നിർത്താം. അല്ല ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഇന്ന് പറഞ്ഞോളൂ സാറേ. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം എമർജൻസിക്ക് വേണ്ടി നിങ്ങൾ ആരോഗ്യത്തിൽ പോകും, ഞങ്ങൾ ബാക്കി കാര്യം നോക്കിക്കോളാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ പേഷ്യൻസിനോട്. അതുകൊണ്ട് പറഞ്ഞോട്ടെ, അതില് എമർജൻസി എന്ന് പറഞ്ഞിരിക്കുന്ന മൊത്തത്തിലുള്ള അങ്ങനെയുള്ള എമർജൻസി അല്ല, ആക്സിഡന്റ് കേസ് എന്ന് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒടുവ്, മുറിവ്, ചതവ്, എമർജൻസി, അതിനുള്ള സർക്കം ഗൈനക്കോളജിയും പറഞ്ഞു, കാർഡിയോളജിയും പറഞ്ഞു. അതൊക്കെ ഇതൊക്കെ ഉള്ളതില്ല. ഞാൻ കുറ്റം പറഞ്ഞതല്ല, നമ്മൾ അത്രയും കൂടി ഡെവലപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞത്. മറ്റൊരുമായിട്ട് കമ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നിങ്ങൾ പേഷ്യൻസിനോട് നിങ്ങൾ അലോപ്പതി പോകുമെന്ന് പറയാൻ ഇടം കൊടുക്കാതെ നമ്മൾ സ്വയം നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ ചുരുക്കം. അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എന്തെങ്കിലും പരിപാടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ പറയാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി ഹോമിയോപ്പതിയുടെ ഭാവിയിലും പുരോഗതി ഉണ്ടാകട്ടെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ആൾ. എന്തായാലും സാറ് എന്തെങ്കിലും പറഞ്ഞിട്ട് വളരെ സന്തോഷം ഇന്ന് വന്നതിൽ. മൻസൂർ അലി സാറിന് ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് എന്താണ് അവസാനം എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വരുത്താനുണ്ടോ സാറിനെ? മൻസൂർ അലി സാർ. ഇതിലിന് പ്രത്യേകിച്ച് പറയാനില്ല. നമുക്കിപ്പോ അസോസിയേറ്റ് പ്രൊഫസറുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് നടക്കണമെങ്കിൽ PC ഒരു റിക്വസ്റ്റ് കൊടുത്താൽ നടക്കും. ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിൽ അവരുടെ ഡിമാൻഡ് PSCക്ക് വല്ലാത്ത വർക്കിലോടാണ് ഉള്ളത്. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ അതായത് സ്ഥാപനത്തിന്റെ അംഗീകാരം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. അതേപോലെ PG സ്റ്റുഡൻസിന് കേടില്ലാത്തൊരു വിഷയമുണ്ട്. ഈ കാര്യങ്ങൾ വെച്ചിട്ട് PCO ഒരു നമ്മുടെ PSCയുടെ ചെയർമാനെയോ സെക്രട്ടറിയോ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് കാണുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ നടത്തി തരും. കാരണം ഓരോ റാങ്ക് ലിസ്റ്റിലും 3-4 പേരൊക്കെ ഉള്ളൂ. അപ്പൊ വളരെ ഈസി ആയിട്ട് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് തരാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സംഘടനയുടെ ഭാഗത്തുനിന്നും അതേപോലെ PCOയുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഒരു പ്രഷർ വേണം. ഇതിന്റെ നീഡ് എന്താണ്, ഇല്ലെങ്കിൽ ഇന്ന വിഷയങ്ങളുണ്ട് എന്നുള്ളത് PSC ചെയർമാനെയും സെക്രട്ടറിയും നമ്മൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ നടത്തി തരും. എങ്കിൽ മാത്രമേ നടത്തി തരുള്ളൂ. ഇപ്പൊ വിജയൻ സാറാണ് അനാട്ടമിയിൽ ഉണ്ടായിരുന്നത്. സാറിനെ ഒന്ന് കണ്ട് പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രശ്നമാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ സാറേ. അപ്പൊ ഇനി അടുത്ത ജോസ് ഐസക് സാറിന് എന്തെങ്കിലും എന്താണ് അവസാന ഭാഗത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ജോസ് ഐസക് സാർ? സാർ ഇല്ലെന്നാണല്ലോ, ലീവ് ചെയ്തു. ഇല്ല, തിരുമ്പുണ്ടായിരുന്നു. ഇല്ല. ഓക്കെ. അപ്പൊ അശോക് കുമാർ ഡോക്ടർക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം തന്നെ. ഇപ്പം മൻസൂർ ഡോക്ടർ പറഞ്ഞതുപോലെ PCOയും അതുപോലെ നമ്മളെ സംഘടനകളും ഒക്കെ PSCയുമായിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തിയിട്ട് സാർ പറഞ്ഞതുപോലെ 4-5 പേര് മാത്രമേ, അതായത് 4 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഇപ്പൊ PSC വിളിച്ചത്. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എക്സാം എഴുതാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവരുടെ ഇന്റർവ്യൂ പെട്ടെന്ന് നടത്തി ആ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ലിസ്റ്റ് ഇട്ട് അവരുടെ പോസ്റ്റിംഗ് നടത്താൻ വേണ്ട നടപടികൾ ഉണ്ടാകണം എന്ന് PSCയോട് ആവശ്യപ്പെടുക. PSCയോടും സർക്കാരിനോട് പറഞ്ഞുകൊണ്ട് PSCക്ക് ഒരു നിർദ്ദേശം കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തന്നെ കണ്ട് ഈ ഇത്തരത്തിൽ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഉള്ള കാര്യം ബോധ്യപ്പെടുത്തി ഈ അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനം ഒന്ന് ത്വരിതപ്പെടുത്തുവാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ അപ്പം അതാണ് നമ്മൾ ഈ
സീറ്റ് നിലവിലുള്ള 58 സീറ്റുകൾ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പുതിയ കോഴ്സുകൾ അനുവദിക്കുക. പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് ഈ കാര്യം വിശദമായി പറയേണ്ടതുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ 1.75 lakhs ആണ് ഒരു വർഷത്തേക്കുള്ള ഫീസ്. അതിൻ്റെ കൂടെ ഹോസ്റ്റൽ ഫീസും ഒക്കെ. അതായത് ഒരു വർഷം ഒരു കുട്ടിക്ക് ഏതാണ്ട് 3 ലക്ഷം രൂപ ചെലവാക്കി പുറത്തുപോയി പഠിക്കുന്നതിന് പകരം ഇത്തരം കോഴ്സുകൾ കേരളത്തിൽ പഠിക്കുവാനുള്ളൊരു സൗകര്യം സർക്കാർ പിന്നെ അതിന് വേണ്ട ബന്ധപ്പെട്ടവരും ഇടപെട്ട് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതുപോലെ തന്നെ പുതിയ കോളേജുകളിൽ കോഴ്സ് അനുവദിക്കുവാൻ, അതൊക്കെ ഒരുപക്ഷെ കുറച്ചുകൂടെ വൈകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ രണ്ടും, പുതിയ കോഴ്സ് അനുവദിക്കുക, അതും ഈ പറഞ്ഞതുപോലെ PCOയുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ഒരു നിർദ്ദേശം പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ബൈഫർക്കേറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു നിർദ്ദേശം ആ രീതിയിൽ തന്നെ പോയാൽ മാത്രമേ സൈക്കാട്രിയും പീഡിയാട്രിക്സും തുടങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള PG വന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് PG ഡോക്ടർമാരുണ്ട് എന്ന് പറയാനുള്ള ഒരു സാധ്യത, ശമ്പള കമ്മീഷന്റെ മുമ്പിലായാലും ഇല്ലെങ്കിൽ അതുപോലെയുള്ള മോണിറ്ററി ബെനിഫിറ്റുകളുടെ കാര്യമൊക്കെ പറയുമ്പോഴും ഒക്കെ PG ഡോക്ടർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള PG ഉണ്ടാകണം. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ഒന്ന് സംഘടനാ തലത്തിലും ടേക്കപ്പ് ചെയ്യാനായിട്ട് നേതൃത്വം തയ്യാറാകണം. നമ്മളൊരു വെറുതെ ഒരു മെമ്മോറാണ്ടം കൊടുത്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ ഒരു നിവേദക സംഘം തന്നെ, ഒരു പറ്റുമെങ്കിൽ ഇസ്മായിൽ സേഠ് സാറിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ടീം പോയി ഈ പറഞ്ഞ PSC മെമ്പർമാരെയും PSC ചെയർമാനെയും PCOയെയും ഒക്കെ ഇക്കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്തി ഇതിനൊരു വളരെ പെട്ടെന്നുള്ള ഒരു നടപടി ഉണ്ടാകുവാൻ ഒരു ശ്രമം ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. അശോക് കുമാർ ഡോക്ടറെ, വളരെ സന്തോഷം. അപ്പൊ അശോക് കുമാർ ഡോക്ടറുടെ നിർദ്ദേശങ്ങളെല്ലാം നമ്മളെ വൈസ് പ്രസിഡന്റ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് മറുപടി പറഞ്ഞ് ഇവർക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തണമെന്ന് ഞാൻ ഷാജി കുടിയാട്ട് ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ ഷൈല. അപ്പോൾ ഇന്ന് നമ്മുടെ മീറ്റിംഗ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതുമാതിരിയുള്ള ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട ഏതൊരു അവസ്ഥയും ന്യായമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും നേടിയെടുക്കുന്നതിന് IUPH അല്ലെങ്കിൽ നമ്മളെല്ലാം ഒത്തുകൂടി ശ്രമിക്കേണ്ടതുണ്ട്. IUPHന്റെ നേതൃത്വം അതിന് തീർച്ചയായിട്ടും സഹകരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽ എല്ലാ കാര്യത്തിലൊന്നും നമുക്ക് ജ്ഞാനമില്ല എന്നുള്ള കാര്യം നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ്. കാരണം അക്കാഡമിക് ലെവലിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളെ അറിയിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ന്യായമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നമ്മളാൽ സംഘടനാപരമായി ചെയ്യേണ്ട ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് എന്നും കൂടെ ഉണ്ടാകും. ഈ കാര്യത്തിൽ PCOയുടെ അടുത്ത് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോട് എന്നും സഹകരിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്സസ് ഉണ്ട്. അദ്ദേഹം ഹോമിയോപ്പതിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ സഹകരണവും നമുക്ക് ഉണ്ടാവുന്ന നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ നമുക്ക് നേടേണ്ടതെല്ലാം നമുക്ക് നേടാൻ പറ്റും. അത് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ചെയ്യേണ്ടത് ചെയ്യിക്കുന്നതിന് ഇതിനൊരു മെമ്മോറാണ്ടം എഴുതുന്നതിന് ഇപ്പം തന്നെ അശോക് കുമാർ ഡോക്ടറെ ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം അത് ചെയ്ത് നമുക്ക് ഒരുമിച്ച്, അതുപോലെ തന്നെ മൻസൂർ അലി ഡോക്ടറുടെയും ഡോക്ടർ ജോസ് ഐസക്കിന്റെയും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡൻസ് അവരും ഒരു ഓർഗനൈസേഷനൊക്കെ, ഒരു PG അസോസിയേഷനൊക്കെ ഫോം ചെയ്ത് അവരുടെ മെമ്മോറാണ്ടവും കൂടെ കൊടുക്കുക, നമ്മളെ അറിയിക്കുക. നമുക്ക് ജോയിന്റ് ആയിട്ട് ഹോമിയോപ്പതിയുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ ഒത്തൊരുമിക്ക് ശ്രമിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് തുടക്കം കുറിക്കാൻ നിർദ്ദേശം തന്ന അശോക് കുമാർ ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത അക്കാഡമിക് വിദഗ്ധരായ മൻസൂർ അലി ഡോക്ടർ, ഡോക്ടർ ജോസ് ഐസക്, ഡോക്ടർ മനോജ് തുടങ്ങി, അതുപോലെ തന്നെ ഹോമിയോപ്പതി ലവറായിട്ടുള്ള നമ്മുടെ വേലപ്പൻ പിള്ള സാറ് ഈ സൂം മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മളോട് സഹകരിക്കുന്ന വ്യക്തിയാണ്. ഹോമിയോപ്പതിയുടെ അനുഭവത്തിലൂടെ ഇതിന്റെ നന്മ ബോധ്യപ്പെട്ട് നമ്മളോട് ഈ 1400 ചില്ലാൻ ദിവസങ്ങളായിട്ട്, തുടക്കത്തിലൊക്കെ ഒരു 400 ദിവസങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോയ വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം വേലപ്പൻ പിള്ള സാറൊക്കെ എന്നും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഇന്നും അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് വിജയിപ്പിച്ച ഈ ഒരു സൂം മീറ്റിംഗ് വളരെ വിജയമാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ IUPHന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുന്നതിനായിട്ട് ഹോസ്റ്റ് ധനേഷ് ഡോക്ടർക്കും, അതുപോലെ തന്നെ ഇത് ഹോസ്റ്റ് ചെയ്ത മോഡറേറ്റ് ചെയ്ത ഡോക്ടർ ഷൈല ഡോക്ടർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മൻസൂർ അലി ഡോക്ടർ.
ഓക്കെ, നന്ദി ഡോക്ടർ ഷാജി പ്രിയാട്ട്. അങ്ങനെ ഇന്നൊരു വിശേഷാൽ എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തെ മലയാളം സെഷനിൽ. ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.